നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം എന്ന് പറയാറില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ലിപ്പിംഗ് അറ്റ് റോങ് ടൈം. അതാണ് പഞ്ചാബ് കിങ്സിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. IPL മികച്ച രൂപത്തിൽ ആദ്യ മത്സരങ്ങളൊക്കെ വിജയിച്ചു പോയൊരു ടീം, 6 വിജയങ്ങൾ, തുടരൻ വിജയങ്ങൾ. പിന്നെ ഒരു സമനിലയല്ല, നോ റിസൾട്ട് മാച്ചിൻ്റെ ഒരു പോയിൻ്റ്, അങ്ങനെ 13 പോയിൻറ്റുമായിട്ട് ഇങ്ങനെ വിരാജിക്കുകയായിരുന്നു 7 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ. അവിടെ നിന്ന് പിന്നീടുണ്ടായ മത്സരങ്ങൾ 5 തുടരെ പരാജയപ്പെട്ട് ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യം അവരുടെ മുന്നിലുണ്ട്. ഇന്ന് RCBക്കെതിരെ കളിക്കാൻ ഇറങ്ങുമ്പോൾ വീണ്ടും വിജയവഴിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി ആരാധകർ ഉറ്റുനോക്കുന്നതാണ് ഈ ഒരു വീഴ്ച. എന്താ സംഭവിച്ചത്? കൃത്യമായി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ കാര്യങ്ങളൊക്കെ സുവ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കും. PBKS ഇങ്ങനെ താഴേക്ക് വീഴാൻ പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, DCക്കെതിരെയുള്ള റെക്കോർഡ് ചേസ്, അതിനുശേഷം തുടരെ പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ബാറ്റിംഗ് പഴയ പോലെ മികവിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഫീൽഡിംഗ് ആണെങ്കിൽ ഫോർഗറ്റബിൾ ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ബൗളേഴ്സ് ആണെങ്കിൽ റൺസ് നന്നായിട്ട് ലീക്ക് ചെയ്യുന്നു. പിന്നെ ഭാഗ്യം പോലും അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്ന തോന്നലുണ്ട്. അവസാനത്തെ 5 കളികളിൽ ഒറ്റക്കളിയിൽ മാത്രമാണ് ടോസ് അവർക്ക് അനുകൂലമായിട്ട് വീണത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് സംഭവിച്ചതാണ്. ബൗളേഴ്സ് റണ്ണ് ലീക്ക് ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് സംഭവിച്ചതല്ല. PBKS വിജയിച്ചു കൊണ്ടിരുന്ന തുടക്കത്തിലെ മത്സരങ്ങളിലും ഈ സംഭവമുണ്ട്, ബൗളേഴ്സ് റണ്ണ് ലീക്ക് ചെയ്യുന്നത്. പക്ഷെ അന്നൊക്കെ അവരുടെ ബാറ്റിംഗ് മികവ് കൊണ്ട് അത് മറികടന്നിരുന്നു. ആ ബാറ്റിംഗ് മികവ് കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ അവരുടെ സ്കോറിംഗ് റേറ്റ്, ബാറ്റിംഗ് ആവറേജ്, ഷോട്ടുകളിലെ കൺട്രോൾ പെർസെൻറ്റേജ്, അറ്റാക്കിംഗ് ഷോട്ട് പെർസെൻറ്റേജ് ഇതെല്ലാം ഡ്രോപ്പായി പോയി. അപ്പോൾ ഇതുവരെ അവരുടെ ബൗളിങ്ങിൻ്റെ പ്രശ്നങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടിരുന്ന ബാറ്റിങ്ങിനും കാലിടറുമ്പോൾ പിന്നെ ഫീൽഡിങ്ങിൻ്റെ കാര്യം പറയാനില്ല, എടുക്കാനില്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും ഒരുപോലെ താഴേക്ക് പോയൊരു ടീം പിന്നെ താഴേക്ക് വീണില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കൃത്യമായ കണക്കുകൾ പറയാം. ഫസ്റ്റ് 10 ബോൾ സ്ട്രൈക്ക് റേറ്റ്, അവരുടെ ടോപ്പ് 7 ബാറ്റർമാരുടെ ഫസ്റ്റ് 10 ബോൾ സ്ട്രൈക്ക് റേറ്റ് 6 വിജയിച്ച മത്സരങ്ങളുടെ നമ്മൾ ആവറേജ് എടുത്താൽ 236.2 എന്നാൽ തോറ്റ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നോക്കുകയാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് 191 ആയിട്ടുണ്ട്. സ്റ്റിൽ 191 ഒരു മോശം നമ്പറൊന്നുമല്ല, പക്ഷേ 236 നിന്ന് 191 വീണപ്പോൾ അവരുടെ ബൗളിങ്ങിൻ്റെ പ്രശ്നത്തെ മറച്ചു പിടിക്കാനുള്ള കെൽപ്പ് ബാറ്റിങ്ങിന് നഷ്ടപ്പെടാൻ അവിടെ തുടങ്ങി. നോക്കുക, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയൽ പ്രോബ്ലം PBKSൻ്റെ ബാറ്റർമാരിൽ സംഭവിക്കുന്നത് അവർ സെറ്റായി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പോൾ 21ാമത്തെ ബോൾ മുതൽ 30ാമത്തെ ബോൾ വരെ സെറ്റായി കഴിഞ്ഞതിന് ശേഷമുള്ള ഫേസിംഗ് ആണ്. ഫേസ് ചെയ്യുമ്പോൾ അവരുടെ ടോപ്പ് 7ൻ്റെ ഒരു സ്കോറിങ് ആദ്യത്തെ 6 മത്സരങ്ങൾ വിജയിച്ചപ്പോൾ 251.8 സ്ട്രൈക്ക് റേറ്റിലായിരുന്നെങ്കിൽ ദാറ്റ് ഫിഗർ ഹാസ് ഫാലൻ ഓഫ് ക്ലിഫ് ടു 132.6. കഴിഞ്ഞ 5 പരാജയങ്ങളിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ 251.8 എന്ന നിലയിൽ സെറ്റായി കഴിഞ്ഞതിന് ശേഷം സ്കോർ ചെയ്തിരുന്നു, ഇപ്പോൾ 132.6 എന്ന സ്ട്രൈക്ക് റേറ്റിലേക്ക് വീണുപോയിരിക്കുന്നു. ഇനി ഇൻഡിവിജ്വൽ ബാറ്റർമാരുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ 6 വിജയങ്ങളും ഈ 5 പരാജയങ്ങളും. പ്രഭ്സിമ്രാൻ സിംഗ് വിജയിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 192.6 ആയിരുന്നു. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ 139.4 ആയി. ശ്രേയസ് അയ്യരുടേത് വല്ലാതെ വീണു, 186 ആയിരുന്നു വിജയിച്ചുകൊണ്ടിരുന്ന മത്സരങ്ങളിൽ, ഇപ്പോൾ 128.6 ആയിട്ട് വീണു. പ്രിയാൻ ഷാരിയുടേത് 249 ആയിരുന്നു വിജയിച്ചുകൊണ്ടിരുന്ന മത്സരങ്ങളിൽ, അത് വീണ് 166.7 ആയി. ശശാങ്ക് സിംഗിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 194.4 ആയിരുന്നു, 85.7 ആയിട്ട് വീണു. അപ്പോൾ ഇതിൽ തന്നെ കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമാണല്ലോ. അവരുടെ ബൗളിംഗ് റണ്ണ് വിട്ടുകൊടുക്കുന്ന നേരത്തെയും സംഭവിച്ചു, അതിപ്പോഴും നിർബാധം തുടരുന്നു. അതിനെ മറച്ചു പിടിച്ചുകൊണ്ടിരുന്ന ബാറ്റിങ്ങിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നന്നായിട്ട് സംഭവിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ RCB ആണെങ്കിൽ നല്ല ഫോം നിൽക്കുകയാണ്. അവർ ആ വിജയം തുടരാൻ വേണ്ടി ഇന്ന് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒട്ടും കാര്യങ്ങൾ എളുപ്പമാവില്ല. അതോടൊപ്പം ഫീൽഡിങ്ങിൻ്റെ കാര്യമോ
ശശാങ്കിനെ പോലെയുള്ള ഫീൽഡർമാർ എത്ര ക്യാച്ച് വിട്ട് കളഞ്ഞു എന്ന് നോക്കിയാൽ മതി. മറ്റ് ഫീൽഡർമാരും, ഒരാൾ മാത്രം എടുത്ത് പറയുന്നില്ല, പല ഫീൽഡർമാരും ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ റോങ് ടൈമിൽ സ്ലിപ്പപ്പായി, അതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളിതിൽ പറഞ്ഞ കണക്കുകളൊക്കെ ESPN ക്രിക്ക് ഇൻഫോ കൃത്യമായി വിശകലനം ചെയ്ത് അവതരിപ്പിച്ച കണക്കുകളാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ വായുവിൽ നിന്നെടുത്ത് അങ്ങ് ഗ്യാസ് അടിച്ച് വിടുന്നതല്ല, കൃത്യമായ പിൻബലം വെച്ച് തന്നെ പറഞ്ഞതാണ്. സോസിൻ്റെ പിൻബലമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് 3 മേഖലകളിലും ഒരുപോലെ ഫോം ഡിപ്പായ ഒരു ടീം. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പലരായിട്ട് പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു കൃത്യത വരാത്തത് കൊണ്ട് നമ്മൾ റൂമർ പടച്ചു വിടുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഡിപ്പ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? അത് സാധ്യമാവണമെങ്കിൽ ഇന്ന് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന RCBയെ പിടിച്ചു കെട്ടണം. അതിനാവുമോ ധരംശാലയിൽ PBKSന്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.